പ്രൈസ് ദി ലോർഡ്. ഏവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഞാൻ പാസ്റ്റർ ദാനിയേൽ നീലഗിരി. എല്ലാവരും സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ നിങ്ങൾക്കറിയാം പലയിടങ്ങളിലായിരുന്നു. ഇപ്പോൾ ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി ന്യൂ ഇയർ സന്ദേശം ഞാൻ കർണൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം അടുത്ത 2-3 ദിവസങ്ങൾ ഞാൻ യാത്രയിലായതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ജനുവരി 1-ാം തീയതി രാവിലെ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഞാൻ ചെന്നൈയിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമായിരിക്കുന്നോ? സുഖമാണോ? 2024 ഒരുപാട് കഥകളും ഒരുപാട് രസകരമായ അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരുപാട് യാത്രകളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാകാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് ഒരു ഇയറും കൂടെ പുതിയതായിട്ട് തരികയാണ്. ആമേൻ. ഒരുപാട് പ്രതീക്ഷകളോടെ ഈ 2025 പ്രവേശിക്കുന്നവരുണ്ട്. ആമേൻ. ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുന്നവരുമുണ്ട്. എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സാധാരണ നമ്മുടെ ആൾക്കാർ എന്തെങ്കിലും കേട്ടാൽ ഉടനെ മറുപടി പറയുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളങ്ങനെ മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമല്ല. 2025 ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിലത്തെ നടപ്പ് പോലെ നടക്കരുത്. സ്തോത്രം. 2024 നിങ്ങൾ നടന്നതുപോലെ നിങ്ങൾ നടക്കരുത് എന്ന് പറയാനല്ല ഞാൻ വന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഏതെല്ലാം സംവിധാനത്തിലൂടെയാണോ നിങ്ങൾ കടന്നുപോയത്, ആ ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ 2025 നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശുദ്ധിയും വേർപാടും പാലിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുന്ന, ലോകത്തോട് വേർപെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ ഇടകലർന്ന് ജീവിക്കാതെ സ്തോത്രം ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുമ്പ് നടന്ന ആ നടപ്പ് ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയാൻ പ്രിയരെ, ഓടി നടന്ന് ആളെ കൂട്ടുന്ന അല്ലെങ്കിൽ ആളെ കയറ്റുന്ന ഒരു മലചരക്ക് വണ്ടിയല്ല ദൈവസഭ കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് കരയും കടലും കടന്ന് നമുക്കൊരാളെ സഭയെ ചേർക്കേണ്ട ആവശ്യം നമ്മളെ സംബന്ധിച്ചില്ല. നമ്മുടെ പല ആൾക്കാരുടെയും ചിന്ത എങ്ങനെയെങ്കിലും സഭയ്ക്കകത്തോട്ട് ആളെ കൊണ്ടുവരിക. ഒരിക്കലും അത് പാടില്ല പ്രിയരെ. പിതാവ് ആകർഷിക്കാതെ ആരും ദൈവസന്നിധിയിലേക്ക് വരുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സുവിശേഷം അറിയിക്കാൻ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നാം സുവിശേഷം അറിയിക്കുന്നത് സത്യമാണ്. പക്ഷെ ദൈവം ആകർഷിക്കാതെ ഒരുവരും സഭയ്ക്കകത്ത് വരരുത്. അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് അത്ര ഭയങ്കരമാണ്. നമുക്കറിയാം, യേശു പറഞ്ഞത് നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കാനാണ്. ശിഷ്യന്മാരെ ഉണ്ടാക്കുക. ഇന്നും എല്ലാം വിശ്വാസിയായി പോയി, സാരമില്ല. എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജാതികളുടെ കോപ്രായങ്ങൾ മുഴുവനും, രക്ഷിക്കപ്പെടാത്തവൻ ചെയ്യുന്ന എല്ലാ കോപ്രായവുമായിട്ട് സഭയ്ക്കകത്തേക്ക് എഴുന്നള്ളിക്കരുത് പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവർക്കും ബാധകമല്ല. വിശുദ്ധിയിലും വേർപാടിലും ദൈവകൃപയിലും ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത് ബാധകമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്മസ്, ഓശാന, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഇനി അടിയന്തിരം, ഇതും കഴിഞ്ഞോ, 28 കെട്ട്, കാൽനാട്ടല്, അടുപ്പ് കത്തിക്കൽ, ക്രിസ്മസ് കരോൾ, വാസ്തു നോക്കൽ, എന്തെല്ലാം കലാപരിപാടിയാ. ഞാനൊന്നും രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഞാനൊന്നും കണ്ടിട്ടില്ല. ഉള്ള കാര്യം പറയാം, ഞാനതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അങ്ങനത്തെ ഒരു നല്ല അടിത്തറയുള്ള, നല്ല ഫൗണ്ടേഷനുള്ള ഒരു സഭയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നെ പഠിപ്പിച്ച പിതാക്കന്മാരൊന്നും ഇത് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്കറിയാലോ, ഞാനൊരു ഉപദേശിയുടെ മകനാണ്. പെന്തക്കോസ്ത് അനുഭവത്തിൽ ജനിച്ച് വളർന്ന് അതിൽ തന്നെ തുടരുന്നവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലാരിറ്റിയോടെ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. നമ്മൾ വേർപെട്ടവരാണ്. ലോകത്തോടുള്ള കളങ്കം നമുക്കില്ല. സ്തോത്രം. എല്ലാവരും എല്ലാം ചെയ്യുന്നിടത്ത് എല്ലാ പരിപാടിയും സഭയ്ക്കകത്ത് വന്ന് കയറിയിരിക്കുക. ഞാൻ മിഷനറി യാത്ര ചെയ്യുന്ന സമയത്ത് പല സഭകളിലും കാണുന്ന പല പരിപാടികളും ഞാൻ സ്റ്റോപ്പ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. വചനമെടുത്ത് അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക.
സ്തോത്രം. ഈ 2025 എന്ന് പറയുന്നത് വിശ്വാസ ത്യാഗത്തിന്റെ വർഷമായിരിക്കും. മടങ്ങി വരവിന്റെ കാലമാണിത്. മടങ്ങി വരവിന്റെ കാലം 2025. അനേകർ തെറ്റിക്കപ്പെടുകയും അനേകർ തെറ്റിപ്പോവുകയും ചെയ്യുന്ന കാലം. അതുകൊണ്ട് ആരാധന പോലും ഒരു പെർഫോമൻസ് ആകരുത്. ശ്രദ്ധിക്കണം, ആരാധന പോലും ഒരു പെർഫോമൻസ് ആകരുത്. ആരാധന പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടു. ആരാധന പ്രാക്ടീസ് ചെയ്യുക, ആരാധന പ്രാക്ടീസ് ചെയ്യാനുള്ള സ്ഥലമല്ല. സ്തോത്രം. നമ്മളൊക്കെ എവിടെയാ പ്രിയരെ, എവിടെയാ? സ്തോത്രം. പെർഫോമൻസുകളുടെ വേദിയായി മാറി. എല്ലായിടത്തും യാത്ര ചെയ്ത് എല്ലാ പരിപാടിയും കാണിക്കുന്നവൻ കൺവെൻഷൻ വേദികളിൽ കയറി അടിച്ച് തകർക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാവർക്കുമുള്ള സന്ദേശമല്ല. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമല്ല എന്ന് പറഞ്ഞാണ് ഞാൻ തുടങ്ങിയത്. നിങ്ങളൊരു കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്കിത് ബാധകമാണ്. ബാധകം. പാസ്റ്റർ ദാനിയേൽ ഒരു കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു കാഹളത്തിന് വേണ്ടി. സ്തോത്രം. ഞാൻ സഞ്ചരിച്ച പലയിടങ്ങളിലും പല സംസ്ഥാനങ്ങളിലും വചനത്തിലില്ലാത്ത കുറെ കോപ്രായങ്ങൾ കണ്ടിട്ട് ഞാൻ അവരെ താക്കീത് ചെയ്ത് തർജ്ജനം ചെയ്ത് അത് നിർത്തിച്ചു ഞാൻ. സ്തോത്രം. അല്ലാണ്ട് അവരുടെ താളത്തിന് തുള്ളുവല്ലായിരുന്നു ഞാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതുകൊണ്ട് ഈ കാലങ്ങളിൽ 2025 നിങ്ങളൊരു മീറ്റിംഗ് നടത്തുകയാണോ, ആത്മഭാരമുള്ള സുവിശേഷ പ്രസംഗകരെ നിങ്ങൾ കണ്ടെത്തണം. അല്ലാതെ പ്രസംഗം കലയാക്കിക്കൊണ്ട് നടക്കുന്നവനെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മീറ്റിംഗ് നടത്തിയാൽ ഒരു വ്യക്തി മാനസാന്തരപ്പെടുകയില്ല. ഒരു വ്യക്തി മാനസാന്തരപ്പെടുകയില്ല. ലക്ഷങ്ങൾ പൊടിച്ച് മീറ്റിംഗ് നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അതിന് എതിരൊന്നുമല്ല കേട്ടോ, ഞാൻ അതിനെതിരൊന്നുമല്ല. ഒറ്റയാള് മാനസാന്തരപ്പെടുന്നില്ല. ഒറ്റയാള് മാനസാന്തരപ്പെടുന്നില്ല. സ്നാനം നടക്കുന്നുണ്ടോ? ഉണ്ടോ സ്നാനം? ആരാ സ്നാനപ്പെടുന്നത്? പാസ്റ്റർമാരുടെ പിള്ളേര്. ഹല്ലേലൂയ. ഇതൊക്കെ നിർത്തലാക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. താനേ നിന്നോളൂ. ഒക്കെ താനേ നിന്നോളൂ. സ്തോത്രം. അതുകൊണ്ട് കൺവെൻഷൻ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല. കൺവെൻഷൻ വേണം. ദൈവമക്കളുടെ ആത്മീക ഉത്തേജനത്തിനും അവരുടെ ആത്മീക വളർച്ചയ്ക്കും കൺവെൻഷൻ ആവശ്യമാണ്. ഉണർവ് യോഗങ്ങൾ ആവശ്യമാണ്. ഉപവാസ പ്രാർത്ഥനകൾ ആവശ്യമാണ്. ഈ 2025 കൺവെൻഷൻ കുറച്ച് നിർത്തി വെച്ചിട്ട് കുറച്ച് ഉപവാസ പ്രാർത്ഥനകൾ നടത്തിക്ക്. ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ തുടങ്ങും. സ്തോത്രം. അങ്ങനെ ആത്മഭാരമുള്ള ദൈവവചനത്തെ അതുപോലെ ഹൃദയത്തിലേറ്റി കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന, കുരുത്തക്കേട് കാണിക്കുന്ന ഒറ്റ ഒന്നിനും കയറ്റരുത്. സഭയ്ക്കകത്തോട്ട് കയറ്റരുത്. ആത്മഭാരമുള്ള ദൈവദാസന്മാരെ വിളിച്ച് സഭയുടെ ഉണർവിന് വേണ്ടി അവരെ ഉപയോഗിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവർക്ക് സഭയിൽ പ്രവചിക്കാൻ അവസരമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ദൈവദാസന്മാരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഒരു ദൂതുണ്ടെങ്കിൽ വണ്ടി എടുത്ത് നേരെ അവൻ്റെ വീട്ടിൽ പോയി ദൂത് പറഞ്ഞിട്ട് വീട്ടിൽ പോകും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കൂടി വരുമ്പോൾ എല്ലാം ഉണ്ട്, അവിടെയുണ്ട്. ഇതെല്ലാം ആത്മീക വർധനവിന് വേണ്ടി നടക്കട്ടെ. ആത്മഭാരമുള്ള സുവിശേഷ പ്രസംഗകർ വേണം 2025. അതുപോലെ തന്നെ ആത്മഭാരമുള്ള സംഗീതക്കാരും വേണം. സംഗീതക്കാർ ഒരു പാട്ട് പാടി പെർഫോമൻസ് കാണിച്ച് പോകുന്നതിനൊന്നും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും. സാരമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവരെയും ബാധിക്കുന്നതല്ല. ഇത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമല്ല. കാഹളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ ബാധകമുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ നല്ല സംഗീതക്കാരനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിനകത്തൂടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ക്രിസ്തുവുമായി അടുക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണ് നിറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാവിൽ നിറയപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യൻ സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ഏതെങ്കിലും മനുഷ്യന് പാപബോധം ഉളവാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ.
എന്നെ കേൾക്കുന്ന പ്രിയരെ, 2025 അത്ര നല്ലതൊന്നുമല്ല. ഈ 2025 ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാനും ഞാൻ ആളല്ല. ഈ 2025 നീ കുറച്ചുകൂടെ നിന്റെ വിശുദ്ധിയെ തികയ്ക്കുക. വെളിപ്പാട് 22:11-12 അറിയാലോ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. അതിനകത്ത് കിടന്ന് ഡാൻസ് കളിച്ചോട്ടെ. സ്തോത്രം. നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. അല്ലേ? യൂദായുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? 23-ാമത്തെ വാക്യം തോന്നുന്നു. സ്തോത്രം. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അതിവിശുദ്ധി സാധാരണ ഒന്നും പറ്റിയല്ല. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിക്കപ്പെടുന്ന വർഷമാണ് 2025. ഇനിയൊരു പ്രവചനാത്മാവിൽ ഞാനൊരു ദൂതും കൂടെ പറയാം. 2025 ഒരുപാട് ഭക്തന്മാർ പട്ടുപോകുന്ന വർഷം കൂടെയാണ്. സ്തോത്രം. ഒരുപാട് വീരന്മാർ, ഒരുപാട് ഓട്ടം തകർത്തോടിയവർ പാതി വഴിയിൽ തട്ടി വീഴുന്ന വർഷമായത്. സ്തോത്രം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഓടേണ്ട വർഷമാണ്. അവനവന്റെ കയ്യിലെ ബാറ്റൺ, ഹല്ലേലൂയ, ആ ഫിനിഷിംഗ് പോയിന്റ് വരെ, അവിടെ ഓടിയെത്തുന്നത് വരെ കയ്യിൽ നിന്ന് വിട്ട് കളയരുത് കേട്ടോ. മക്കളെ വളർത്തുന്നവരോട് ഞാൻ പറയാം, കൊച്ചു പ്രായത്തെ പിള്ളേരെ പഠിപ്പിക്കണം. അത് മക്കളെ, നമ്മൾ എല്ലാവരെയും പോലെയല്ല. അതുകൊണ്ട് ഈ ലോകത്തുള്ള മനുഷ്യരെ സ്നേഹിക്കേണ്ടെന്നല്ല, അയലോക്കംകാരനോട് പിണങ്ങി നടക്കണമെന്നല്ല. ഓ, ഞാൻ ഭയങ്കര ദൈവപൈതലാണ്, അതുകൊണ്ട് ഞാൻ ഇനി ആരോടും മിണ്ടത്തില്ല. അങ്ങനെയല്ല. നെവർ. നെയ്ബറിനോട്, അയൽപക്കക്കാരോട് സഹകരിക്കണം. പക്ഷെ ആത്മീയ വിഷയങ്ങളിൽ നീ ആരാണെന്ന് തെളിയിച്ചു കൊടുക്കണം കേട്ടോ. ആത്മീയ വിഷയങ്ങളിൽ. അല്ലാണ്ട് അവൻ്റെ എല്ലാ പരിപാടിക്കകത്ത് പോയി തലയിട്ട് അവൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഒരുപക്ഷെ മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ടവനായിരിക്കാം. സുഹൃത്ത് ബന്ധം കളയണ്ട എന്ന് വിചാരിച്ച് നീ അവനോടത് പറയണം, എനിക്കത് പറ്റുകയില്ല. അതിനുള്ള ചങ്കൂറ്റം വേണം, ചങ്കൂറ്റം. സ്തോത്രം. അതുകൊണ്ട് ഈ 2025 പ്രിയരെ, ഒരു കോംപ്രമൈസും വേണ്ട. വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കണം. സ്തോത്രം. ഞാൻ സാധാരണ പറയുന്നൊരു വാക്യം പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇനി ഞാൻ ഒരുമിച്ച് പറയേണ്ട ഒരു വാക്കുണ്ട്. എന്നറിയോ? ഞാൻ നിമിത്തം സുവിശേഷം ലജ്ജിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. 2025 അതായിരിക്കട്ടെ നിങ്ങളുടെ തീരുമാനം. ഒരുപക്ഷെ നിങ്ങൾ വളരെ വേദനയോട് കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം, സാമ്പത്തികമായി വളരെ തകർച്ചയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. എൻ്റെ പ്രിയരെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ജീവിക്കാനുള്ള എല്ലാ സംവിധാനവും ദൈവം തരും. ഭക്തിയോടെ അവനെ സേവിക്കുന്നെങ്കിൽ, വിറയലോടെയാണ് അവൻ്റെ അടുക്കൽ വരുന്നതെങ്കിൽ, നിശ്ചയമായിട്ടും അവൻ നിന്നെ പട്ടിണി കിടിയല. ഇനി അഥവാ നിന്നെ പട്ടിണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ അവനൊരു ഉദ്ദേശമുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ശുശ്രൂഷകന്മാരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ആടുകൾ ദൈവമാണ് നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും സംവിധാനങ്ങളോ അല്ല നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടായാൽ നന്ന്. സ്തോത്രം. കണക്ക് തീർക്കുന്ന നാളിൽ കരം ബലപ്പെട്ടിരിക്കുമോ? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ 2025 ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞല്ലോ ഡേഞ്ചറസ് വർഷമാണ്. എന്നാൽ തന്നെ കാത്തിരിക്കുന്നവർക്ക് പ്രാണപ്രിയനോട് അടുക്കാൻ, ദൈവം ഒന്നുകൂടെ ഒരുങ്ങാൻ, നമുക്കൊന്നുകൂടെ ഒന്ന് ഒരുങ്ങാൻ ദൈവം നൽകുന്ന നല്ലൊരവസര. സ്തോത്രം. ഞാൻ ഈ സന്ദേശം ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് എൻ്റെ മനസ്സിലോട്ട് ഓടി വരുന്നൊരു പഴയ പാട്ടുണ്ട്. ക്രിസ്ത്യൻ പേർക്കൊരു അപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ,
വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ, പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും. തെലുങ്കിൽ ആ പാട്ടുണ്ട്, നല്ല രസമാണ് കേൾക്കാനേ, ഭയങ്കര സന്തോഷമാണ്. സ്വത്രം. പേർ വിളിക്കുന്ന ഒരു നിമിഷം 2025 സഹോദര ദേവദാസനെ, കുഞ്ഞെ, മാതാവേ, പിതാവേ, പേർ വിളിക്കുന്ന നേരം അത് എപ്പോഴാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഏത് നിമിഷം സംഭവിക്കാം. ഒന്നെങ്കിൽ 2025 നിങ്ങളുടെ ശവപ്പെട്ടി റെഡിയാകും, അല്ലെങ്കിൽ 2025 ആമേൻ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവുണ്ടാകും എന്ന് വിശ്വസിക്കണം നമ്മൾ. അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചാൽ കർത്താവ് വന്നില്ലെങ്കിൽ 26 നമുക്ക് കയറാം. ഓരോ നിമിഷവും പറ്റുമോ? ഞാനും നിങ്ങൾ വ്യത്യസ്തനാകുന്നത് ഏത് കാര്യത്തിലാണ് നമ്മൾ വ്യത്യസ്തനാകേണ്ടത്? ഏത് കാര്യത്തിലാ? യൂട്യൂബിനകത്തുള്ള സിനിമയും കണ്ട്, സകല വൃത്തികേടും കണ്ട്, സൺഡേ ഞായറാഴ്ച വന്ന് ആരാധനയ്ക്ക് ഇരുന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തും, പിന്നെയും പോയി ഇത് തന്നെ പിന്നെയും പരിപാടി. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചില ആളുകൾ പറയുന്നത് പക്ഷെ പറ്റുന്നില്ല. വാ തുറന്നാൽ കള്ളം പറയുന്ന ഒരുപാട് പേര്. എന്നാൽ ഞാൻ ഇവരോടെല്ലാം പറയുന്നൊരു കാര്യം, കാഹളം ധ്വനിക്കാത്തത് മഹാഭാഗ്യം. നിങ്ങളൊന്നാലോ ചോദിക്കേ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാഹളം ധ്വനിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങളുടെ സ്ഥിതി എന്താകും സ്ഥിതി? ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് വേണമെങ്കിൽ കഞ്ഞിയും കുടിച്ച് വീട്ടിൽ ഇരിക്കാം. സ്തോത്രം. എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ ഇറങ്ങി വരുമ്പം ഈ ആന്ധ്രാപ്രദേശിലെ ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുക, സാർ ഇത്രയും കഷ്ടപ്പെട്ടതിന് ഈ ഞങ്ങളുടെ ഈ നാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നത്, ഈ ഗ്രാമത്തിൽ ഇവിടെ എങ്ങും ആരും വരത്തില്ല, ഇവിടെയെങ്ങും ആരും ഇതുപോലുള്ള പരിപാടിയൊന്നും ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വരേണ്ട വന്നത്. സ്തോത്രം. കേരളത്തിൽ ഞാൻ പ്രസംഗിക്കാത്ത സ്ഥലമില്ല, അറിയാമല്ലോ. ആ കരുനാഗപ്പള്ളിക്ക് ഇടയ്ക്ക് ഒരു 10-20 കിലോമീറ്റർ മാത്രമേ ഞാൻ പ്രസംഗിക്കാത്തതുള്ളൂ. തമിഴ്നാട്ടിൽ ഒരുപാട് ഗ്രാമങ്ങളിൽ എവിടേക്കാണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, അതുപോലെ കർത്താവിനോട് ഓടി. കർണാടകയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെയൊക്കെ ഞാൻ പ്രസംഗിച്ചു, അറിയാവുന്ന ഭാഷയിൽ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്ന പ്രിയരെ? വല്ല വിധേനയും ഒരു വ്യക്തിയെങ്കിലും യേശുവിനെ അറിയണം. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു പ്രസംഗിക്കാൻ. നിർബന്ധിച്ച് കൊണ്ടുവരാൻ എൻ്റെ കയ്യിൽ സംവിധാനം ഇല്ല. ഹല്ലേലൂയ. സഭ നിറയ്ക്കാനല്ല നോക്കേണ്ടത്, അവനെ പ്രസംഗിക്കാൻ നാം ശ്രമിക്കണം. ഒരുപാട് പേര് സഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ സഭയ്ക്കകത്ത് 20 വർഷമായിട്ട് കുത്തിയിരിക്കുന്ന ആൾക്കാരില്ലേ? സത്യമല്ലേ? 20 വർഷമായി സഭയ്ക്കകത്ത് കുത്തിയിരിക്കുന്ന ആൾക്കാരില്ലേ? ചേട്ടാ, 20 വർഷമായിട്ട് ഇരിക്കുന്ന ആ വ്യക്തി, ആ കുടുംബം ശുശ്രൂഷകനേക്കാൾ പക്വതയും വചനപാണ്ഡിത്യമുള്ള ആളാണെന്ന് നിങ്ങൾക്കറിയാമോ? എത്ര സഭകൾ അങ്ങനെ ഇരിക്കുന്നു? 10 വർഷം കഴിഞ്ഞ വിശ്വാസം അവിടെ ഇരിപ്പില്ലേ? 25 വർഷം കഴിഞ്ഞ വിശ്വാസം അവിടെ ഇരിപ്പില്ലേ? സ്തോത്രം. പ്രായം നോക്കിയാൽ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഈ 2025 വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ഏതോ ഒരു നിമിഷം, ആർക്കും പ്രതീക്ഷിക്കാത്തൊരു സമയം, ഒരുപക്ഷെ രാത്രിയോ ഒരുപക്ഷെ പകലോ, ഏതെങ്കിലും ഒരു നിമിഷം ഞാൻ കാത്തിരിക്കുന്ന, നിങ്ങൾ പ്രത്യാശയോടെ വിശ്വാസത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവ് മടങ്ങി വരും. സ്വതന്ത്രം. അത് പറയുമ്പോൾ എൻ്റെ ദേഹം കുളിര് പോരുക. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിനെതിരെ ഇപ്പം നിങ്ങൾക്ക് തയ്യാറുണ്ടോ? നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തോ? അതോ ഈ ലോകത്തിൻ്റെ പച്ചപ്പിൽ ഇങ്ങനെ പോവുകയാണോ? സ്തോത്രം. അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേഫാവിന്റെ പക്ഷം, അതാണ്ട് കുറെ പേര് ദൈവത്തിന്റെ പക്ഷം. പൗലോസ് വടിയെടുത്തോണ്ട് വന്ന ഓർമ്മയുണ്ടോ? ആ ഒരൊറ്റ അധ്യായം കൊണ്ട് ആ കേസ് കെട്ട് തീർത്ത് പൗലോസ്. അങ്ങനെ പറഞ്ഞ് ഞാൻ അതങ്ങൾ അവസാനിപ്പിക്കുക. സ്തോത്രം.
ഹല്ലേലൂയ. ദൈവസഭയുടെ പോക്ക് അപകടത്തിലേക്കാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർക്ക് ദൈവത്തെ വേണ്ട. ഹല്ലേലൂയ. എന്താ വേണ്ടതിന്റെ കാര്യം അറിയോ? അവരെ മൊത്തം നോക്കുന്നവരാ. ജീവിതം ഒന്ന്, പ്രസംഗം പറ്റുന്ന. അവരെടുത്ത് കളി നടക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. നിങ്ങൾക്കറിയാം, എൻ്റെ ഫോണിനകത്ത് 2500-ലധികം കോണ്ടാക്ട് നമ്പറാണ് ഉള്ളത്. ഞാൻ ഒരു മെസ്സേജ് അയക്കുമ്പോൾ പലയിടത്തുനിന്നും പല രീതിയിലുള്ള റിപ്ലൈ എനിക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം കൂടെ ക്രോഡീകരിച്ച് പറയുന്നത്. ഈ ലോകക്കാരായ മറ്റ് ക്രൈസ്തവ വിഭാഗം കാണിക്കുന്ന എല്ലാ കോപ്രായത്തിനകത്തേക്ക് നീ പോകരുത്. നീ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് വന്നവനാണെങ്കിൽ, സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 25-ാം തീയതി ഡിസംബർ ആയിരുന്നല്ലോ, ലോകം മുഴുവനും ക്രിസ്മസ് കൊണ്ടാടുമായിരുന്നു. എൻ്റെ ഒരു ക്രിസ്മസ് ആശംസ നിങ്ങളുടെ ഫോണിലോട്ട് വന്നോ? നിങ്ങളുടെ ഫോണിലേക്ക്? സ്തോത്രം. എത്ര വർഷമായി ഞാൻ വാട്സപ്പ് ഉപയോഗിക്കുന്നു. എൻ്റെ ഒരു ക്രിസ്മസ് ആശംസ നിങ്ങൾക്ക് വന്നോ? ഹല്ലേലൂയ. ഞാൻ ആരാണെന്നും ഞാൻ ആരെയാ സേവിക്കുന്നെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. അതാണ് എൻ്റെ പ്രസംഗം. എൻ്റെ ജീവിതമാണ് പ്രിയരെ എൻ്റെ പ്രസംഗം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ 1-ാം തീയതി രാവിലെ നിങ്ങളെ വഴക്ക് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവർക്കും ബാധകമല്ല. ചിലപ്പോൾ ഇത് കേട്ട് നിങ്ങളൊരു പക്ഷേ ഒരു മറുപടി തയ്യാറാക്കുന്നുണ്ടാകാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, മറുപടി തയ്യാറാക്കാൻ നിങ്ങൾക്കും ഇത് ബാധകമല്ല. സ്തോത്രം. ഇത് ബാധകമാകുന്നത് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച, ജലത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിലനിൽക്കുന്ന, ലോകത്തോട് വേർപെട്ട് ദൈവവചനപ്രകാരം 99% ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ദൈവ പൈതലിനുള്ള സന്ദേശമാണിത്. അയ്യോ, നിങ്ങൾക്കല്ല, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്കല്ല. നിങ്ങളിതെല്ലാം കൂടെ കേട്ടിട്ട് എൻ്റെ ദൈവമേ ഞാൻ കുറേ പേർക്കൊക്കെ ചെയ്തായിരുന്നു. അയ്യോ, നിങ്ങൾ പേടിക്കണം, നിങ്ങൾക്കല്ലെന്നേ, നിങ്ങൾക്കല്ല. നിങ്ങളുടെ സഭയ്ക്കുമല്ല, നിങ്ങളുടെ പാസ്റ്റർക്കുമല്ല. പോരെ. ഇനി പാവപ്പെട്ട ഉപദേശി 10-32 വർഷമായില്ലേ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. വേദി തനിയെ ഉണ്ടാക്കി അതിനുവേണ്ടിയുള്ള സകല സംവിധാനവും കൊണ്ടുപോയി അവിടെ പോയി നിന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന ഉപദേശിയത്. അതുകൊണ്ടാണ് ഇത്തരം ക്ലാരിറ്റിയോടെ നിങ്ങളോട് പറയുന്നത്. അനേക കൺവെൻഷനുകളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവരെനിക്ക് വേദി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവിടെ ഞാൻ കറ തീർന്ന ദൈവവചനം പ്രസംഗിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ 720-ൽ പരം സന്ദേശങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ഷെയർ ചെയ്തോ, ലൈക്കും ചെയ്യണ്ട, കയറി കേട്ടാൽ മതി. ഇന്ന് രാവിലെ സമയം, ഈ 2025-ൻ്റെ പ്രാരംഭ ദിവസം, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, നീതിമാൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ വിശദീകരിക്കട്ടെ. ഹല്ലേലൂയ. ഈ ജനുവരി 6-ാം തീയതി, അതും കൂടെ പറയാം. ജനുവരി 6-ാം തീയതി തൃശ്ശൂർ പറവട്ടാനി ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ച് 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനാ സംഗമം നടക്കുന്നുണ്ട്. ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വരാം. പ്രാർത്ഥനയാണ്. ദൈവവചന ശുശ്രൂഷ ഉണ്ടാകും. അതുപോലെ തന്നെ അനേക ദൈവമക്കൾ പലയിടത്തു നിന്ന് പല സംസ്ഥാനങ്ങൾ കടന്നു വരുന്നു. അവർ ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ വന്ന് അല്പനേരം നമുക്കൊന്ന് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വരാം. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ വരാം. ഞങ്ങളവിടെ ഉണ്ടാകും. ആ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇവിടെയാകട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവുക. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം. ഈ പുതിയ വർഷത്തിൻ്റെ 2025 ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരിക. ഈ വർഷം അവർക്ക് അനുഗ്രഹമായി തീർക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർ സഞ്ചരിക്കുന്ന മേഖലകളിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞേരും. ദൈവത്താൽ മതിൽ ചാടി കടക്കും. കർത്താവേ, നീ അവരെ ഉപയോഗിക്കുന്ന കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. വിശുദ്ധിയിൽ, വിശ്വാസത്തിൽ, പ്രത്യാശയിൽ
നിലനിൽക്കാൻ കർത്താവിനെ സഹായിക്കണം. ഈ ലോകത്തിലെ ഒരു മാലിന്യവും അവരുടെ ആത്മാവിലോ ശരീരത്തിലോ പറ്റാതെ വണ്ണം പരിശുദ്ധാത്മാവരെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ആത്മാവ് അവരെ നേർവഴിയിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. 2025 കർത്താവെ വിശ്വാസത്യാഗം സംഭവിച്ച് ദൈവസന്നിധിയിൽ പോകാതെ നിലനിൽക്കാൻ അവർക്ക് ദൈവം കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനവരെ ഹൃദയം തുറന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന നന്ദി യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, മറക്കരുത്, കർത്താവിൻ്റെ വരവടുത്തിരിക്കുകയാണ്. ഈ 2025 ഒരു 365 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 150 ദിവസമെങ്കിലും ഉപവസിക്കാൻ പറ്റിയാൽ വളരെ സന്തോഷമാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഉപവസിക്കുക. പിന്നെ സുവിശേഷത്തിന് വേണ്ടി ഒരുപാട് ഓടുക, സുവിശേഷത്തിനോട് ഒരുപാട് ചെയ്യുക, സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുക. അങ്ങനെ ഈ 2025 നമുക്കൊരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വർഷമാക്കി നമുക്ക് ഉപയോഗിക്കണം. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.